السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിക്കുകയാണ്. നമ്മുടെ ചർച്ചാ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്തും സലാമും എന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി അതിനോടനുബന്ധമായിക്കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഇന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ വിഷയം ഒരിക്കലും പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കി എന്നത് പറയാൻ പറ്റില്ല. ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ, അതും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ മാത്രമാണ് ഈ 4-5 ക്ലാസ്സുകളിലൂടെയായി നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിശദീകരണങ്ങളും ബാക്കിയുള്ള വിഷയങ്ങളും നിങ്ങൾ കൂടുതലായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വിഷയങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സിൽ സ്വലാത്ത് ചൊല്ലേണ്ട പ്രത്യേകമായി സ്ഥലങ്ങൾ, സമയങ്ങൾ, സന്ദർഭങ്ങൾ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം വിശദീകരിക്കുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമല്ല. അതേപോലെ തന്നെ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ വിശദീകരിക്കുക എന്നതും നമ്മുടെ ഈ വിഷയവുമായിട്ട് നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതിലൊന്ന് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വലാത്തുണ്ടല്ലോ, അതെന്തുകൊണ്ട് വിട്ടുപോയി എന്നുള്ളതാണ്. നമ്മൾ ആ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം വിശദീകരിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അതിൽ പ്രധാനപ്പെട്ടത് മാത്രമാണ്, ചില കാര്യങ്ങളാണ്, ചില സന്ദർഭങ്ങളാണ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നത് നബിചര്യയിൽപ്പെട്ടത് തന്നെയാണ്. ആ വിഷയത്തിൽ ഹദീസുകൾ സ്വഹീഹായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഈ വിഷയത്തിൽ ഒരു ഗ്രന്ഥം തന്നെ ഉണ്ട്, ജലാഉൽ അഫ്ഹാം എന്നുള്ള ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ സ്വലാത്ത് ചെല്ലേണ്ട സന്ദർഭങ്ങൾ, സ്ഥലങ്ങൾ, സമയം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം 8ാമത്തെ സന്ദർഭമായിട്ട് പറയുന്നത് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതേപോലെ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ. അദ്ദേഹം പറയുന്നത് അൽ മൗത്തിനു സാമിൻ, 8ാമത്തെ സന്ദർഭം, മിൻ മവാത്തിനി സ്വലാത്തി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലേണ്ട സന്ദർഭങ്ങളിൽപ്പെട്ട 8ാമത്തെ സന്ദർഭം. അപ്പൊ 8ാമതായിക്കൊണ്ട് അദ്ദേഹം വിശദീകരിച്ചത് ഇതാണ്: ഇൻദ ദുഖൂലിൽ മസ്ജിദി വ ഇൻദൽ ഖുറൂജി മിൻഹു.
പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിലും അതിൽ നിന്ന് പുറപ്പെടുന്ന സന്ദർഭത്തിലും. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ, അതിന്റെ സനദിനെ കുറിച്ചുള്ള ചർച്ച ചിലർ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ സനദിന് ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തഹ്ഖീഖ് ചെയ്തുകൊണ്ട് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ സ്വഹീഹാണ് എന്ന് തന്നെയാണ്. ഉദാഹരണമായിട്ട് ഇബ്നു ഹജർ, അദ്ദേഹം കിതാബ് ദഅവാത്ത് എന്ന അധ്യായത്തിൽ സ്വലാത്തിനെ കുറിച്ച് വിശദീകരിക്കുന്ന ആ ചർച്ചയിൽ അദ്ദേഹം 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നിർബന്ധമായും സ്വലാത്ത് ചൊല്ലേണ്ട സന്ദർഭങ്ങൾ. 2, വളരെ പ്രധാനപ്പെട്ട മുഅക്കദായ സന്ദർഭങ്ങൾ. അത് ജയ്യിദായ സനദോടുകൂടി വന്നിട്ടുണ്ട്. അതിലൊന്ന് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതേപോലെ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ. അത് ഇബ്നു ഹജർ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം ഉദ്ധരിക്കാനുള്ള സമയം നമുക്കില്ല. അതിൽ ഒന്ന്, അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലിയുസല്ലിം അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാം പറയട്ടെ. എന്നിട്ട് വൽ യഖുൽ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക, എന്നിട്ട് ഇത് പറയട്ടെ. അതേപോലെ തന്നെ വൈദാ ഖറജ ഫലിയുസല്ലിം അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അവൻ സലാം ചൊല്ലട്ടെ. ഇതേപോലെ തന്നെ അതിൽ വന്നിട്ടുള്ള വേറെ ചില ഹദീസുകൾ, അതും ഇത് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് സഹിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു പലരും ഈ ഹദീസ് സഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭ പണ്ഡിതനായ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞു, ഈ ഹദീസ് വിശദീകരിച്ചതിന് ശേഷം ഫീഹി ഫളലു സ്വലാത്തി വസ്സലാമി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ദുഖൂലിൽ മസ്ജിദി വ ഇൻദൽ ഖുറൂജി മിൻഹു. ഈ ഹദീസുകളിൽ എന്തുണ്ട്? പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതേപോലെ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സ്വലാത്തും സലാമും ചൊല്ലണം എന്നുള്ളതിന് അതിന്റെ ഫളല് ഉണ്ട് എന്നുള്ളതിന് ഹദീസുകൾ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ വഹുവ മിനൽ മവാത്തിനി അല്ലത്തി യുസ്തഹബു അസ്സലാത്തു ഫീഹാ വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതേപോലെ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ഏതാണ്? മുസ്തഹബായ സന്ദർഭങ്ങളിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലേണ്ട മുസ്തഹബായ സന്ദർഭങ്ങളിൽപ്പെട്ടതാണ് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ഇദാ ദഖലൽ മസ്ജിദ, പള്ളിയിൽ പ്രവേശിച്ചാൽ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ബിസ്മില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. എന്നിട്ടാണ് എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക. അതേപോലെ തന്നെ വൈദാ ഖറജ ബിസ്മില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അങ്ങനെ ഒരുപാട് റിവായത്തുകൾ ഈ വിഷയത്തിൽ സഹിയായിട്ട് വന്നിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇതൊക്കെ ഹസനാണ്, സഹീഹാണ് ഇതൊക്കെ പറഞ്ഞ് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പലരും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും അതങ്ങനെ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ഇതുകൂടി ആഡ് ചെയ്യുക. ഇനി നമ്മൾ പറയാത്തത് കുറെ ഉണ്ട്, അത് നിങ്ങൾ റെഫർ ചെയ്തിട്ടത് മനസ്സിലാക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കണം, വേറെയും സന്ദർഭങ്ങൾ. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് സ്വലാത്തും സലാമും ആണല്ലോ നമ്മുടെ വിഷയം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, സ്വലാത്ത് ചെല്ലുമ്പോൾ നിസ്കാരത്തിലാകട്ടെ, അതേപോലെ തന്നെ സ്വലാത്തായിക്കൊണ്ട് ചെല്ലുന്ന സന്ദർഭങ്ങളിലാകട്ടെ, ആ സ്വലാത്തിൽ സിയാദത്ത്, ലഫ്ലു സിയാദ, അതായത് സിയാദത്തിന്റെ പദം അത് നമുക്ക് പറയാൻ പാടുണ്ടോ അല്ലേ എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ട ഒരു വിഷയം. ഇതൊക്കെ പലർക്കും ഇടയിൽ വസ്വാസുകൾ, ശക്കുകൾ ഉണ്ടാവും. അപ്പൊ അതൊന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് നമ്മളത് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അത് ലഫ്ലു സിയാദത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വലാത്ത് ചെല്ലുമ്പോൾ അതിൽ സയ്യിദിന എന്ന് ചേർക്കുക. എന്താണ് അതിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമല്ല. അത് ഹദീസുകളിൽ വന്നതാണ്, അത് സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സയ്യിദ് എന്ന് പറയാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ല. ചില ആളുകൾ ഇത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. വിഷയം രണ്ട് വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ്, അതെല്ലാ അർത്ഥത്തിലും അങ്ങനെ തന്നെ. അത് വേറൊരു വിഷയമാണ്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിദു വലദി ആദം യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ആദം സന്തതികളുടെ സയ്യിദാകുന്നു ഞാൻ. അങ്ങനെ കുറെ ഹദീസുകളുണ്ട്. ആദ്യം ഖബറിൽ നിന്ന് എണീറ്റ് വരുന്നത്, ആദ്യം ഷഫാഅത്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ സയ്യിദാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചതാണ്. ഇത് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ ആ സയ്യിദിന്റെ അർത്ഥം ശറഅ് പഠിപ്പിച്ച രൂപത്തിൽ മനസ്സിലാക്കണം. അത് റുബൂബിയ്യത്തിന്റെ അല്ലെങ്കിൽ ഉലൂഹിയ്യത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് പോകാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ് എന്നുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കുക, അതല്ലെങ്കിൽ അദ്ദേഹത്തോട് ദുആ ചെയ്യുക, അദ്ദേഹത്തിന് ഖൈർ പറയുമെന്ന് വിശ്വസിക്കുക, ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെടാനും പാടില്ല എന്നുള്ളതും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ സയ്യിദ് എന്ന് ചില ആളുകൾ പറഞ്ഞപ്പോൾ അത് വിരോധിച്ചിട്ടുണ്ട്. അപ്പൊ മുത്തലഖായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ് എന്നുള്ളതിന് നമ്മൾ ആരും നിശ്ചയിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ്, നമുക്കത് പറയുകയും ചെയ്യാം. എന്നാൽ സ്വലാത്തിൽ ഇബ്രാഹിമി സ്വലാത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ സയ്യിദന എന്നുള്ളത് ചേർക്കാൻ പറ്റുമോ? അത് പറയാൻ പാടുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. അത് ജായിസ് അല്ല. അത് ജായിസ് അല്ല എന്നുള്ളത് പണ്ഡിതന്മാരൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന് എല്ലാം കൂടി വിശദീകരിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അതിലൊന്ന് ഇബ്നു ഹജർ, ഹാഫിദ് ഇബ്നു ഹജർ, ഇവരൊക്കെ അംഗീകരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ രണ്ടായിട്ട് മനസ്സിലാക്കണം. ഇത് സ്വലാത്തിന്റെ വിഷയത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുമ്പോൾ അവിടെ സയ്യിദന എന്നുള്ളത് പറയാൻ പാടുണ്ടോ അല്ലേ എന്നുള്ളതാണ് വിഷയം. തെറ്റിദ്ധരിപ്പിക്കരുത്, അതിൽ സംശയം ഉണ്ടാകരുത്. അതിൽ ഇബ്നു ഹജറിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലേണ്ടത് നിസ്കാരത്തിൽ ബിസ്സല അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ പുറത്ത്, അത് നിർബന്ധ സന്ദർഭത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ സുന്നത്തിന്റെ സന്ദർഭത്തിലായിക്കോട്ടെ, ഹൽ യശ്തരിതു ഫീഹാ അൻ യസിഫഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസിയാദ, അവിടെ സിയാദത്ത് എന്നുള്ള വസ്ഫ് ചേർത്തിക്കൊണ്ട് നമുക്ക് സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ? ഉദാഹരണമായിട്ട് സൊല്ലി അലാ സയ്യിദിന മുഹമ്മദ്, സൊല്ലി അലാ സയ്യിദിന മുഹമ്മദ്, ഔ അലാ സയ്യിദിൽ ഖലഖി, ഇങ്ങനെ ഈ രൂപത്തിൽ സ്വലാത്തിന്റെ സന്ദർഭത്തിൽ, സംസ്കാരത്തിലാട്ടെ സംസ്കാരത്തിന്റെ പുറത്താട്ടെ, സ്വലാത്ത് ചെല്ലുമ്പോൾ അങ്ങനെ പ്രയോഗിക്കാൻ പറ്റുമോ? അതാണോ ഇത് നല്ലത്? അതല്ല അദമുൽ ഇത്യാൻ അദമുൽ വുറൂദ് ദാലിക ഫിൽ ആസാർ, അത് ആസാറുകൾ വന്നിട്ടില്ലാത്തത് കൊണ്ട് അങ്ങനെ പറയാതിരിക്കലാണോ? അയ്യുഹുമ അഫ്ളൽ, ഇതാണ് ചോദ്യം. അതിലേതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്? അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, നാം ഇത്തിബാഉൽ അൽഫാദിൽ മഅസൂറത്തി അർജഹ്, മഅസൂറായി വന്നിട്ടുള്ള ലഫ്ളുകൾ ഉപയോഗിക്കലാണ് ഏറ്റവും അർജഹായിട്ടുള്ളത്. അതാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. അതായത് ഖുർആനിലും ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള വാരിദായി വന്നിട്ടുള്ള, അതായത് ഹദീസുകളിൽ വന്നിട്ടുള്ള ആ പദങ്ങൾ തന്നെ പ്രയോഗിക്കലാണ് ഏറ്റവും അർജഹായിട്ടുള്ളത്. വലാ യുഖാൽ, പറയപ്പെടരുത്, പറയാൻ പാടില്ല. ലഅല്ലഹു തറക ദാലിക തവാളുഅൻ മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ലം യകുൻ യഖൂലു ഇൻദ ദിക്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഉമ്മത്തുഹു മൻദൂബ ഇലാ അൻ തഖൂല ദാലിക കുല്ലമാ ദുക്കിർ. അതായത് അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കിയത് വിനയം കൊണ്ടാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചൊല്ലിയിട്ടുണ്ടല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അസ്സലാമു അലൈക അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഫഖർ വരുമെന്ന് കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിനയം കൊണ്ട് ഒഴിവാക്കിയതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഉമ്മത്തിന് അത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് പറയുമ്പോഴൊക്കെ സയ്യിദിന എന്ന് പറയല് അത് സുന്നത്താണ് എന്നൊരാൾക്ക് പറയാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കിയത് വിനയം കൊണ്ടാകാം, എന്നാൽ നമുക്കത് സുന്നത്താണ് എന്നുള്ളത് ഒരാൾക്ക് പറയാൻ പറ്റൂല. ധാരാ പറയുന്നത്, ഇബ്നു ഹജറ പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് തെളിവെന്താ കൊണ്ടുവരുന്നത് അറിയോ? എന്നാ നഖൂലു, നമ്മൾ പറയുന്നത് ലൗ കാന ദാലിക റാജിഹൻ ലജഅലി സ്വഹാബ, അത് പ്രബലമായിരുന്നെങ്കിൽ അത് സഹാബികൾ ചെയ്യേണ്ടതായിരുന്നു, സഹാബികളിൽ നിന്ന് തെളിവുകൾ വരുമായിരുന്നു. സുമ്മാനി താബീൻ, അപ്പൊ നല്ലൊരു മറുപടിയാണ് അദ്ദേഹം കൊടുക്കുന്നത്. കാരണം നമ്മളെക്കാൾ നബിനെ സ്നേഹിച്ച ആളുകളാണല്ലോ സഹാബത്ത്. സഹാബത്തിന് അറിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണെന്നുള്ളതിന്.
അപ്പൊ അത് സ്വലാത്തിൽ ഫിറ്റ് ചെയ്യൽ ഖൈറായിരുന്നെങ്കിൽ, അത് നല്ലതായിരുന്നെങ്കിൽ നമ്മളെക്കാൾ മുമ്പ് കൂടുതൽ ചെയ്യേണ്ടത് ആരാണ്? സ്വഹാബികളാണ്. സ്വഹാബികൾ അത് ചെയ്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതിനുശേഷം പിന്നീട് താബീങ്ങളാണ്. താബീങ്ങളോ സഹാബികളോ അത് ചെയ്തതായിട്ട് ഒരു ദുല്ല. ഇബ്നു ഹജറ പറയുന്നത്. അതുകൊണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നത് വലം യഖിഫ് ഫി ശൈഇൻ മിനൽ ആസാരി നഹ്ദി മിനസ് സ്വഹാബത്തി വലാ താബീൻ അന്നഹു ഖാല ദാലിക. അതുകൊണ്ട് തന്നെ സ്വഹാബികളിൽ നിന്ന് താബീങ്ങളിൽ നിന്ന് ഒരു അസർ പോലും ഇങ്ങനെ സ്വലാത്തിൽ അവർ സയ്യിദിന എന്ന് പറഞ്ഞിട്ട് ഒരു അസർ പോലും അതിൽ നിന്ന് വന്നിട്ടില്ല. അതോടുകൂടി വിഷയം തീർന്നു. അദ്ദേഹത്തെ പറയുന്നത് അന്നഹു ഖാല ദാലിക, അങ്ങനെ പറഞ്ഞതായിട്ട്. മാ കസ്റതി മാ വറദ അൻഹു മിൻ ദാലിക, എത്രത്തോളം ഇവരിൽ നിന്ന് ഒരുപാട് റിപ്പോർട്ടുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്, ഒരുപാട് ആസാറുകൾ വന്നിട്ടുണ്ട്. അപ്പൊ സ്വലാത്തിന് എത്ര രൂപത്തിലാണ്? ഷെയ്ഖ് അൽബാനി എത്ര രൂപങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് സ്വഹീഹായിട്ട് അദ്ദേഹത്തിന്റെ ശുബദു സ്വലാത്തില്. അതുപോലെ തശഹുദൻ എത്ര രൂപത്തിലാണ്? പക്ഷെ അവരിലൂടെ ആരും താബീങ്ങളിൽപ്പെട്ട ആരെങ്കിലോ അല്ലെങ്കിൽ പിന്നെ സഹാബികൾപ്പെട്ട ആരെങ്കിലോ സയ്യിദിന എന്നുള്ളത് സ്വലാത്തിൽ അവരാരും പറഞ്ഞിട്ടില്ല, അവരാരും പ്രയോഗിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഖാളി ഇയാദ് അദ്ദേഹത്തിന്റെ അഷിഫ എന്ന ഗ്രന്ഥത്തിൽ ഒരു ബാബ് തന്നെ ഈ സ്വലാത്തിനെ പറ്റി വിശദീകരിക്കാനായി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഒരുപാട് ആസാറുകൾ കൊണ്ടുവന്നിട്ടുണ്ട് സഹാബികളിൽ നിന്നും താബീങ്ങളിൽ നിന്നും. എന്നിട്ട് അദ്ദേഹം പറയുന്നു ലൈസ ഫീ ശൈഇൻ മിൻഹാ നഹ്ദി മിനസ് സ്വഹാബത്തി വഗൈരിഹിം ലഫ്ദു സയ്യിദുന അല്ലെങ്കിൽ സയ്യിദിന. അവരിൽ നിന്ന് ഒരാളും തന്നെ ഒരു അസറും സയ്യിദിന എന്നവർ പ്രയോഗിച്ചതായിട്ട് ഒരു അസറും ആ ഇതിൽ വന്നിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ചർച്ച അവസാനിപ്പിക്കുന്നത് വലൗ കാനത്ത് ഹാദിഹി സിയാദ മൻദൂബതൻ മാ ഖഫിയത് അലൈഹിം. ഇത് മൻദൂബായിരുന്നെങ്കിൽ, ഇത് സുന്നത്തായിരുന്നെങ്കിൽ അത് അവർക്ക് അറിയാതെ പോകില്ലായിരുന്നു. കുല്ലുഹും ഹത്താ അഗ്ഫലുഹ, അവർ ഇതിൽ ഈ കാര്യത്തിൽ അവർ അശ്രദ്ധരാകില്ലായിരുന്നു. അതുകൊണ്ട് വൽ ഖൈറു കുല്ലു ഫിൽ ഇത്തിബാഇ, ഇത്തിബായിലാണ് എല്ലാ ഖൈറുള്ളത്. ഇത് ഈ സ്വലാത്തിന്റെ വിഷയത്തിലല്ല, പൊതു തത്വമാണ്. ഏതൊരു കാര്യമാകട്ടെ ഇത്തിബായിലാണ് ഖൈറുള്ളത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിലാണ് ഖൈറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരിക്കലും സ്വലാത്തി അല്ലയോ സയ്യിദിന എന്ന് പറഞ്ഞിട്ടുണ്ടോ? സഹാബികൾ പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സഹാബികൾ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ടോ? താബീങ്ങൾ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ടോ? അപ്പൊ ആ വിഷയത്തിൽ ഒരു അസർ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് ആ ഇബ്നു ഹജർ പറയുന്നത്. ഇത് പലരും എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇത് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. പലരും ഇബ്നു ഹജറിന്റെ ഈ വാക്കുകൾ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ സയ്യിദിന എന്നുള്ളത് സ്വലാത്തിൽ പറയുന്നതിന് എന്തല്ല, അത് നമുക്ക് ഒരു തെളിവ് നമുക്കതിൽ കാണാൻ സാധ്യമല്ല. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ സംബന്ധിച്ച് സുദീർഘമായ ചർച്ച നടത്തുന്നുണ്ട്. കുറച്ച് ദീർഘമായ ചർച്ചയാണ്. അതിൽ അദ്ദേഹം പറയുന്നത് വമിമ്മാ ശറഹു ലനാ ഫീ കൈഫിയത്തി സ്വലാത്തി അലൈഹി ബി തശഹുദി അൻ നഖൂല അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം. സ്വലാത്തിൽ വന്നിട്ടുള്ള പഠിപ്പിക്കപ്പെട്ടുള്ള ഇതാണ് നമുക്ക് ശറാക്കി തന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ ഇത് പിന്നെ വാരിദായി വന്നിട്ടുള്ള ആ സ്വലാത്തുകൾ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വല അലമു അന്ന സിഫത്തൻ വറദത്ത് ബി സിയാത്തില്ലത്തി ദക്കറഹ സാഹിൽ, അതായത് ചോദ്യകർത്താവിന് മറുപടി കൊടുക്കുകയാണ്. ചോദ്യകർത്താവ് ചോദിച്ചതുപോലുള്ള ഒരു സിഫത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വഇദാ ലം തരിദ് ഹാദിഹി സിയഗ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇങ്ങനെ ഒരു സിയ വന്നിട്ടില്ല. ഫൈനൽ അഫ്ദൽ അല്ലാ നുസല്ലി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി, അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വരാത്തത് കൊണ്ട് തന്നെ അഫ്ദൽ ആയിട്ടുള്ളത് എന്താണ്? അത് പറയാതിരിക്കലാണ്. വൈനമാ നുസല്ലി അലൈഹി ബി സിയഗത്തില്ലത്തി അല്ലമന ഇയ്യാഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ആ സിയഗയിലാണ് എന്ത് ചെയ്യേണ്ടത്? സ്വലാത്ത് ചെല്ലേണ്ടത്. ഇതങ്ങനെ അദ്ദേഹം ദീർഘമായിട്ടുള്ള ഒരു വിശദീകരണമാണ്. ആ ചർച്ചയുടെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്ത്? ലാ യർതാബു ആഖിലുൻ, ബുദ്ധിയുള്ള ഒരാൾക്കും സംശയം ഉണ്ടാവില്ല. അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദു വലദി ആദം. കണ്ടോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ്, ആദം സന്തതികളുടെ സയ്യിദാണ് എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും, ബുദ്ധിയുള്ള ഒരാൾക്കും സംശയം ഉണ്ടാവില്ല. അതല്ല ഇവിടെ വിഷയം. പിന്നെന്താ? സ്വലാത്തിൽ സയ്യിദിന എന്നുള്ളത് കൂട്ടിച്ചേർക്കാൻ പാടുണ്ടോ, അത് പ്രയോഗിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ലജ്നത്ത് ദാഇമയോട് ഈ വിഷയത്തില് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് അവര് കൊടുത്തിട്ടുള്ള ഉത്തരത്തിലും ഇതേ സംഗതികൾ കാണാം. അതിൽ ചോദ്യം തരും, ഒരു ഹയ്യ, ഒരു സംഘം, അതിൽ പ്രവർത്തിക്കുന്ന ഒരാള്, ദൈവത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാള്, അയാൾ പറയുന്നത് ഞങ്ങളുടെ ഹയ്യത്ത് ഒരു ഗ്രന്ഥം വിതരണം ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിൽ.
ഇസ്ലാമിനെ കുറിച്ച് ഷോർട്ടാക്കിയിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് ഗ്രന്ഥം ഞങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട്. അതിൽ സ്വലാത്തിനെ പറ്റി വിശദീകരിക്കുമ്പോൾ അതിൽ സയ്യിദന എന്നുള്ളത് എഴുതിയിട്ടുണ്ട്, സയ്യിദന എന്നുള്ളതാണ്. അതുകൊണ്ട് അത് പിന്നെ പ്രചരിപ്പിക്കാൻ പോകാറുണ്ടോ, അത് എന്താണ് അതിന്റെ ശറഅ അനുസരിച്ചിട്ട് എന്താണ്, അത് ശരിയാണോ തെറ്റാണെന്നുള്ളൊരു ചോദ്യം ഇതിലത്തെ തായ്മയോട് ചോദിച്ചു. അത് ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതാണ്. അപ്പൊ അത് വിതരണം ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം ഇംഗ്ലീഷിൽ ഞങ്ങൾ വിതരണം ചെയ്യുന്ന ഗ്രന്ഥത്തില്. അതില് തായ്മ കൊടുക്കുന്ന മറുപടി അസ്വലാത്തുൽ ഇബ്രാഹിമിയ എല്ലാം യരീദു ഫീ ശൈഇൻ മിൻ റിവായത്തിഹാ ലഫ്ളു സിയാദ. അതിന്റെ ഒരു റിവായത്തിലും ലഫ്ളു സിയാദത്ത്, അതായത് സയ്യിദിന എന്നുള്ള ലഫ്ള് വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞു ഒരുപാട് സീഗകളിലൂടെ സ്വലാത്ത് വന്നിട്ടുണ്ട്. അതിൽ ഒരു സീഗയിൽ ഒരു രൂപത്തിലും ലഫ്ളു സിയാദത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് ഫലാ തുശ്റഉ സിയാദത്തിഹാ ഫി സ്വലാത്തി, അത് നിസ്കാരത്തില് സ്വലാത്തിൽ അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് എന്തല്ല, ശറഅ് അനുവദിച്ചിട്ടില്ല. കാരണം വഴി അന്നൽ ഇബാദത്ത് തൗഖീഫിയ, ഇബാദത്തുകളൊക്കെ തൗഖീഫിയാണ്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ ദിക്റുകൾ, ദുആകൾ, അദാൻ, ഇഖാമത്ത്, ബാങ്ക്, ഇഖാമത്ത് എന്നുള്ളതൊക്കെ തൗഖീഫിയ. തൗഖീഫിയ എന്ന് പറഞ്ഞാൽ അത് നസ്സ് കൊണ്ട് സ്ഥിരപ്പെടേണ്ടതാണ്, വഹി കൊണ്ട് സ്ഥിരപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഇത് പറ്റില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഫയംബഗി ഹദ്ഫുഹാ മിനൽ കിതാബി ഇൻദ ഇറാദി തബഹി തഖയ്യുദൻ ബിമാ സബത വറുദിഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുമ്പോൾ എന്ത് ചെയ്യണം, അത് കളയണം. ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതുപോലെ ആ സ്വലാത്ത് നിങ്ങൾ എഴുതണം. ലജ്നത്ത് ദായിമത്തിൽ കൊടുക്കുന്ന മറുപടിയാണ് ആ 16431 ഫത്വ നമ്പർ 16431. ഇതിങ്ങനെ ഏതാണ്ട് പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതെല്ലാം വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ഷെയ്ഖ് ബക്കർ അബു സെയ്ദ്, അതേപോലെ തന്നെ പിന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ അതിങ്ങനെ കുറെ ദീർഘമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ അത് നിസ്കാരത്തിലാകട്ടെ അതല്ലാത്ത സന്ദർഭങ്ങളിലാകട്ടെ സയ്യിദിന എന്നുള്ളത് സ്വലാത്തിൽ അത് നമ്മൾ പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ്, ആ കാര്യത്തിൽ നമുക്ക് തർക്കമല്ല. അത് പറയാൻ പാടില്ല എന്ന് പറയാൻ കാരണം ദുആ എന്നുള്ളത് തൗഖീഫിയാണ്. നമുക്കറിയാലോ, നമ്മള് മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങാൻ കിടക്കുമ്പോൾ പിന്നെ ചൊല്ലേണ്ട ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ അസ്ലംതു നഫ്സിയിലെ എന്നുള്ള ബറാ റളിയല്ലാഹുവിൽ പഠിപ്പിച്ചു കൊടുത്തല്ലോ. ബറാ റളിയല്ലാഹു അൻഹു അത് തിരിച്ചു ചൊല്ലിക്കൊടുത്തപ്പോ വബി നബീക്കല്ലദി അർസൽത എന്ന് ചൊല്ലേണ്ടടുത്ത് എന്ത് പറഞ്ഞു, വബി റസൂലിക്കല്ലദി അർസൽത എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തി. അത് പറയാൻ പാടില്ല. നബിയുൽ എന്ന് ചൊല്ലേണ്ടടുത്ത് എന്ത് പറഞ്ഞു, റസൂൽ എന്ന് പറഞ്ഞു. അർത്ഥത്തിൽ വല്ല മാറ്റമുണ്ടോ? നബി റസൂല്. മാത്രമല്ല നബി എന്ന പദത്തേക്കാൾ കൂടുതൽ ഒന്നുകൂടി വിശാലമായ അർത്ഥം എന്തിനുണ്ട്, റസൂൽ എന്നുള്ളതുണ്ട്. അപ്പൊ നബി എന്ന് ദുആയിൽ വന്നതിന് പകരം ചൊല്ലിക്കൊടുത്തപ്പോ റസൂൽ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പറയാന് പാടില്ല. അപ്പോ ദുആകൾ ഇങ്ങനെയുള്ള ദിക്റുകൾ അത് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടത് എന്താണ്, അതൊക്കെ അങ്ങനെ തന്നെ നമ്മൾ ചൊല്ലണം. അതിൽ പുതിയ പദങ്ങൾ കൂടിച്ചേർക്കാനുള്ളത് ചുരുക്കുക എന്നുള്ളത് എന്തല്ല, അത് ശറഅ പഠിപ്പിച്ചതല്ല, അത് തെറ്റാണ്. അതൊരു പൊതു തത്വമാണ്. അപ്പോ സയ്യിദിന എന്നുള്ളത് എന്താകരുത്, സ്വലാത്തിൽ ഒരിക്കലും വരരുത്. അതുകൊണ്ട് നമ്മൾ നിസ്കാരത്തിലാകട്ടെ അല്ലാത്ത സന്ദർഭത്തിലാകട്ടെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അവിടെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്നില്ല, വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്നില്ല. അത് ഇബ്നു ഹജർ പറഞ്ഞു, ബാക്കിയുള്ള പണ്ഡിതന്മാരൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി മനസ്സിലാക്കേണ്ടത്, നമ്മൾ എഴുതുമ്പോൾ ഇത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ മുൻഗാമികളായ പണ്ഡിതന്മാർ അത് വളരെ ഗൗരവത്തെയാണ് എടുത്തിട്ടുള്ളത്. സ്വലാത്തിന്റെ പദങ്ങൾ എഴുതുമ്പോൾ, നമ്മൾ ഹദീസുകൾ എഴുതുമ്പോൾ, അതേപോലെ തന്നെ ബാക്കിയുള്ള സന്ദർഭത്തിലൊക്കെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, എങ്ങനെയാണ് നമ്മൾ സ്വലാത്തിന്റെ പദങ്ങൾ എഴുതേണ്ടത്? അത് പൂർണ്ണമായിട്ടും, അതായത് ഇബ്രാഹിമി സ്വലാത്ത് അങ്ങനെ തന്നെ എഴുതുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമല്ല. ആ വിഷയത്തിൽ നമുക്ക് മുൻഗാമികൾ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എഴുതുമ്പോൾ അതേപോലെ തന്നെ വായിക്കുകയും ചെയ്യുമ്പോൾ അവിടെ സ്വീകരിക്കേണ്ട സമീപനം ഒരു മുഅ്മിൻ ചെയ്യേണ്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതങ്ങനെ തന്നെ പൂർണ്ണമായിട്ട് പറയുക, പൂർണ്ണമായിട്ട് എഴുതുക എന്നുള്ളതാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മളത് തിരുത്തണം. ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എഴുതുമ്പോൾ ചില ആളുകൾ ബ്രാക്കറ്റിൽ സ്വാദ് കൊടുക്കും. ഇതിന്റെ അർത്ഥം സല്ലല്ലാഹു അലൈഹി വസല്ലം, റംസ് ഒരു ചിഹ്നമായിട്ട് സ്വാദ്. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണത് അത് സ്വലാത്താണെന്നുള്ളത് മനസ്സിലാക്കണം. വേറെ ചില ആളുകൾ സ്വൽഅം, അതായത് സ്വാദ് ലാമ് അയിന് മീമ് കൊടുക്കും, സ്വൽഅം, അതായത് അതിന്റെ അർത്ഥം സ്വലാത്തും സലാമും.
ഇത് രണ്ടും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇത് രണ്ടും ശരിയല്ല എന്നുള്ളതാണ്. അതിന്റെ കാരണങ്ങൾ അവർ പറഞ്ഞു. അതിന്റെ കാരണം അവർ പറഞ്ഞതെന്ന് ചോദിച്ചാല്, ഒരു ഗ്രന്ഥകാരനെ സംബന്ധിച്ചിടത്തോളം അത് മുഹദ്ദിസ് ആകട്ടെ അല്ലാത്ത ഒരാളാകട്ടെ, ഒരു ഗ്രന്ഥം എഴുതുന്ന ഒരാളാകട്ടെ, അയാൾ അത് എഴുതുന്ന ആ സന്ദർഭങ്ങളിലൊക്കെ അയാൾക്ക് എന്ത് കിട്ടും? അതിന്റെ പുണ്യം കിട്ടും. അതേപോലെ തന്നെ പിന്നീട് ആ ഗ്രന്ഥം വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് കിട്ടും? അത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതുമ്പോൾ അങ്ങനെ തന്നെ അയാൾ വായിച്ചിട്ട് പോകും. അപ്പൊ പിന്നീട് ആരൊക്കെ ആ ഗ്രന്ഥം വായിക്കുന്നു അതിന്റെയൊക്കെ ആ പ്രതിഫലം അയാൾക്ക് കിട്ടും. നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വലാത്ത് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കുന്നത് അഹ്ലുൽ ഹദീസിന്റെ ആളുകളാണ്. അവര് ഫിഅല് കൊണ്ടും ഖൗല് കൊണ്ടും സ്വലാത്ത് അധികരിപ്പിക്കുന്നുണ്ട്. അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഫിഅല് കൊണ്ടുള്ള സ്വലാത്ത് എന്നുള്ളത്. അതിതാണ് അതിന്റെ വിശദീകരണം. ആരതായിരുന്നു വാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ വാചകമായിരുന്നത് ഫിഅല് കൊണ്ടും ഖൗല് കൊണ്ടും. അത് ഫിഅല് കൊണ്ട് സ്വലാത്ത് അധികരിപ്പിക്കുന്നത് അഹ്ലുൽ ഹദീസിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ സ്വാദ് എന്നോ അല്ലെങ്കിൽ സ്വല്ലം എന്നോ കാണുമല്ലോ, ഒക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതങ്ങനെ തന്നെ എഴുതണം എന്നുള്ളതാണ്. അത് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മര്യാദയാണെന്ന് മാത്രമല്ല, പണ്ഡിതന്മാർ അത് ഗൗരവത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഹദീസിന്റെ ഈ കാര്യങ്ങൾ നിയമങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ ഇബ്നു സലാഹിന്റെ മുഖദ്ദിമ വിഷയത്തിൽ വളരെ പ്രസിദ്ധമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു, 2 പ്രശ്നങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? യുഹാഫിദ് അലാ കിതാബത്തി സ്വലാത്തി വത്തസ്ലീമി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ദിക്രിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോൾ സ്വലാത്തും സലാമും എഴുതാൻ ഇവർ എല്ലാവരും ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന്റെ ആ നിയമങ്ങൾ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയണം, അത് ഇവർ ശ്രദ്ധിക്കണം. വലാ യസ്അമു മിൻ തക്രീർ ദാലിക ഇൻദ തകർറുറി. ഈ പേരിങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ അത് എഴുതാൻ മടി കാണിക്കരുത്. നമുക്കൊക്കെ സംഭവിക്കുന്നത് ചിലപ്പോൾ ഒരു വരി എഴുതുള്ളൂ, പക്ഷെ അതിൽ പോലും നമുക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതാൻ മടിയാണ്. അതല്ലെങ്കിൽ സ്വാദിട്ടിട്ട് പോവുക, അല്ലെങ്കിൽ സ്വല്ല എന്നിട്ടിട്ട് പോവുക. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പേരിങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ വലായസം ഒരാളും മടി കാണിക്കരുതെന്നാണ്. ഇത് ആവർത്തിച്ച് എഴുതാൻ മടി കാണിക്കരുത്. കാരണം എന്താ? ഫൈന ദാലിക മിൻ അക്ബറിൽ ഫവായിദിൽ ലത്തി തഅജ്ജലഹ തലബത്തുൽ ഹദീസ് വ കതബതിഹി. അതിൽ വലിയൊരു ഫായിദയാണ് ഇവർക്ക് ലഭിക്കുന്നത്. വമൻ അഗ്ഫല ദാലിക ഫഖദ ഹരീമ ഹല്ലൻ അലീമ. ഇതിൽ ആരെങ്കിലും അശ്രദ്ധ കാണിച്ചാൽ അവന് വലിയ ഒരു പ്രതിഫലത്തിന്റെ വലിയൊരു ഭാഗമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം പിന്നീട് വായിക്കുന്ന ആളുകൾ അത് അങ്ങനെ വായിച്ചു പോയേക്കാരും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറഞ്ഞു, റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ചില ആളുകൾ സ്വാദ് എന്ന് വായിച്ചിട്ട് പോകും, ചില ആളുകൾ സ്വൽ എന്ന് വായിച്ചിട്ട് പോകും. തിരിയാത്ത ആളുകൾ യഥാർത്ഥത്തിൽ എന്താ സ്വാദ് എന്ന് വായിച്ചാൽ അത് ഇബാത്ത, അല്ലെങ്കിൽ സ്വൽ എന്ന് വായിച്ചാൽ അത് എന്ത് ഇബാത്ത? അത് ഇബാത്തായിട്ട് പരിഗണിക്കോ? റസൂലുള്ളാഹി സ്വാദ് അല്ലെങ്കിൽ സ്വല്ല. അപ്പൊ അത് ആവർത്തിച്ച് എഴുതാൻ മടി കാണിക്കരുത്. അങ്ങനെ എഴുതാൻ അതിൽ അശ്രദ്ധ കാണിച്ചാൽ അവർക്ക് വലിയ വമ്പിച്ച പ്രതിഫലമാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്ത് 2 രൂപങ്ങൾ പാടില്ല. ഒന്ന്, അൻ യക്തുബഹ മൻഖൂസത്തൻ സൂറത്തൻ റംസൻ ഇലൈഹ ബിഹർഫൈൻ ഔ നഹവ ദാലിക. ഒന്നെന്താണ്? ആ സൂറത്ത് തന്നെ ചുരുക്കി എഴുതുക, അതിന് ഷോർട്ട് പദങ്ങൾ കൊടുത്തുകൊണ്ട്. വസാനി അൻ യക്തുബഹ മൻഖൂസത്തൻ മഅന, അല്ലെങ്കിൽ മഅന ഷോർട്ടാക്കിയിട്ട് എഴുതുക. ഏത്? അദ്ദേഹം പറയുന്നത് വെറും വസല്ലം എഴുതുക, അല്ലെങ്കിൽ വെറും സ്വല്ലല്ലാഹു അലൈഹി എഴുതുക, അല്ലെങ്കിൽ അലൈഹിസ്സലാം എഴുതുക. അത് മഅന ചുരുക്കലാണ്, അതും പാടില്ല. സ്വലാത്തുണ്ട് സലാമുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? വസല്ലം, മുഹമ്മദ് ബ്രാക്കറ്റിൽ വസല്ലം, അല്ലെങ്കിൽ മുഹമ്മദ് അലൈഹിസ്സലാം, അവിടെ സ്വലാത്തില്ല. അല്ലെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി, അവിടെ സലാമില്ല. അതും മഅന ചുരുക്കിയിട്ട് എഴുതാൻ പാടില്ല. അതേപോലെ തന്നെ അതിന്റെ സൂറത്ത് ചുരുക്കിയിട്ട് എഴുതാൻ പാടില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ തന്നെ. അവിടെ സ്വാദ് അല്ലെങ്കിൽ അതേപോലുള്ള മറ്റു സ്വല്ലം, ആ രൂപങ്ങൾ കൊണ്ടുവരിക, അതും പാടില്ല. അതൊക്കെ ആര് വിശദീകരിക്കാണ്? പിന്നെ ഇബ്നു സലാഹ് വിശദീകരിക്കാണ്. അതങ്ങനെ കുറെ അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ കുറെ അങ്ങനെ വിശദീകരിച്ച് പോകുന്നുണ്ട്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തദ്രീബുർ റാവി എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് വയുക്റഹു, കറാഹത്താണെന്നാണ്. വയുക്റഹു അൽ ഇഖ്തിസാറു അല സ്വലാത്തി ഔ തസ്ലീമി ഹുനാഫി വഫി കുല്ലി മൗദിൻ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ സലാത്തു സലാം ചൊല്ലേണ്ട സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ അത് പറയേണ്ട സന്ദർഭങ്ങളിൽ, എഴുതേണ്ട സന്ദർഭങ്ങൾ അത് ചുരുക്കി എഴുതുക എന്നുള്ളത് എന്താണ്? അത് കറാഹത്താണ്. വയുക്റഹു റംസു ഇലൈഹിമാ ഫി കിതാബത്തിൻ ബി ഹർഫിൻ ഔ ഹർഫൈനി കമൻ യക്തുബു സ്വൽഅം. ഏതുപോലെ ചുരുക്കിയിട്ട് എഴുതുക, ഒരു ഹർഫ് അല്ലെങ്കിൽ 2 ഹർഫ്,
അങ്ങനെ അതേ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് സോദലാമ അയിനും യൂസുൽ അം അങ്ങനെ എഴുതുക എന്നുള്ളത് കറാത്താണ്. ബൽ യക്തുബുഹുമാ ബി കമാലിഹ, അത് രണ്ടും അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ തന്നെ എഴുതണം. ആര്? ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വിശദീകരിച്ചതാണ്. അതില് ഇബ്നു ഉസൈമിന്റെ നമ്മൾ പറഞ്ഞു, അതിൽ അദ്ദേഹം ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വിശദീകരിക്കുന്നത്, അദ്ദേഹത്തോട് ഇത് ചോദിച്ചു. ഏത്? ചില ആളുകൾ ബാദുനാസ് യക്തുബൂന ഹർഫ് സ്വാ ബൈന ഖൗസൈനി, ഖൗസ് രണ്ട് ഇതിട്ടിട്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ സ്വാദ് ഇടണം. അവരുദ്ദേശിക്കുന്നത് എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത്. അത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, മിൻ ആദാബി കിതാബത്തിൽ ഹദീസി കമാ നസ്സലഹു ഉലമാഉൽ മുസ്തലഹിന്റെ ഉലമാക്കള് കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഹദീസുകൾ എഴുതുമ്പോൾ ഉള്ള ആദാബുകളിൽ പെട്ടതാണ് അല്ല യർമുസ ഇലാ ഹാദിഹിൽ ജുംലത്തി ബിഹർഫി സ്വാദ് വകദാലിക ലാ യുഅബ്ബിറു അൻഹാ ബിന്നഅതി മിസ്ല സുൽഅം. ഇത് രണ്ടും പാടില്ല. സ്വാദ് എഴുതുക അല്ലെങ്കിൽ നഅത്ത് സുൽഅം എന്നുള്ള രൂപത്തിൽ എഴുതുക, അത് രണ്ടും പാടില്ല എന്നുള്ളത് മുസ്തലഹുൽ ഹദീസിന്റെ ഉലമാക്കളൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അത് ഗ്രന്ഥങ്ങൾ എഴുതുന്ന ആളുകളുടെ ആദാബുകളിൽ പെട്ടതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, വലാ റൈബാന റംസാൻ നഅത്ത് യഫുത്തുൽ ഇൻസാനു അജ്റ സ്വലാത്തി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? ഈ സ്വലാത്തിന്റെ പ്രതിഫലം തന്നെ അയാൾക്ക് നഷ്ടപ്പെടും ഇങ്ങനെ അയാൾ എഴുതുമ്പോൾ. കാരണം ഫൈനവിദ കതബഹ, അയാൾ അങ്ങനെ എഴുതി, സുമ്മ ഖറഅൽ കിതാബ മിൻ ബഅദിഹി വതലഅൽ ഖാരിഹാദിൽ ജുംല, പിന്നീട് ആ ഗ്രന്ഥം ഒരാൾ വായിച്ചു അല്ലെങ്കിൽ ജുംല ഒരാൾ വായിച്ചു. സോറലിൽ കാത്തിബിൽ അവൽ നെയ്ലു സവാൽ മൻ ഖറഅഹ, അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അത് വായിക്കുന്ന ആളുകളുടെയൊക്കെ പ്രതിഫലം ആർക്ക് കിട്ടും? അത് ഇവർക്ക് കിട്ടും. അതുകൊണ്ട് വലാ യഖ്ഫ അലൈനാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫീമാ സബതൻഹു, എന്നിട്ട് അദ്ദേഹം ഹദീസ് പറഞ്ഞു, ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അള്ളാഹു അവന് വേണ്ടിയിട്ട് 10 സ്വലാത്ത് ചെയ്യുമെന്നുള്ളതാണല്ലോ. അപ്പൊ ഈ പ്രതിഫലത്തെ അവർ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആ ഗ്രന്ഥം വായിക്കുന്ന ആളുകൾക്കൊക്കെ ആ പ്രതിഫലം കിട്ടുകയും ചെയ്യും. അപ്പൊ അതിനവര് വാഴക്കളയാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഫലാ യംബഗി ലിൽ മുഅ്മിനി അൻ യുഹ്രിമ നഫ്സഹു വസ്സവാബ വൽ അജ്ർ. അതുകൊണ്ട് തന്നെ ഇത്ര വലിയ സവാബും അജ്റും അത് ഒരാള് തനിക്ക് ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു മുഅ്മിന് യോജിച്ചതല്ല. എന്തിനു വേണ്ടിയിട്ട്? മുജറദി ആ യസ്റാഫി ഇൻഹായി മാ കതബു, അദ്ദേഹം എഴുതുന്നത് ധൃതിയിൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. അത് എഴുതിയാൽ ആ സമയം നഷ്ടവും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗ്രന്ഥം എഴുതുമ്പോൾ അതിൽ എത്ര പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വരും? ആ സന്ദർഭത്തിലൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസല്ലം അങ്ങനെ എഴുതുക എന്നുള്ളത് എന്താണ്? അവർക്ക് ഒരുപാട് സമയം ചെലവ്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? ഇങ്ങനെ എഴുതുന്നത് പെട്ടെന്ന് തീർക്കുന്നതിന് വേണ്ടി മാത്രമാണല്ലോ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുക എന്നുള്ളത് എന്താണ്? അയാൾ ആ സവാബിനെയും അജറിനെയും നഷ്ടപ്പെടുത്തി കളയലാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ചു തരാണ്. ഇത് ബാക്കിയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം പഠിച്ചു പോകുമ്പോൾ ഇതൊക്കെ അറിയേണ്ടതുണ്ട്. നമ്മൾ എന്തൊരു സംഗതി ചിലപ്പോൾ ഒരു നോട്ട് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയിന്റുകൾ ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹദീസ് ചെയ്തായിരിക്കും. അതിലൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തന്നെ നമ്മൾ എഴുതുക. വഅല ആലിഹി വസല്ലം അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അത് ആ രൂപത്തിലൊക്കെ നമുക്കത് പറ്റും. അത് വലിയൊരു പ്രതിഫലം നമുക്ക് കിട്ടും. കാരണം ഫിഅല് കൊണ്ടുള്ള സലാത്തിൽ പെട്ടതാണത്. ആ സ്വലാത്ത് നമുക്ക് എഴുതുമ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രതിഫലം കിട്ടും. അങ്ങനെ തന്നെ എഴുതുമ്പോൾ നമുക്ക് അതിന് പ്രതിഫലം കിട്ടുക. ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ 10 സ്വലാത്ത് അല്ലാഹു അതിന് വേണ്ടിയിട്ട് ചെയ്യും എന്നുള്ള ഹദീസ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് അവർ സ്വീകരിക്കേണ്ട മര്യാദ എന്നുള്ളത് പണ്ഡിതന്മാരൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ സയ്യിദിന എന്നുള്ളത് ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ എഴുതുന്ന കാര്യത്തിലുള്ളത് അതും ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, സലാമിനെ സംബന്ധിച്ചിടത്തോളം തശഹുദില് നമ്മൾ സ്വലാത്തും സലാമും, സ്വലാത്ത് എന്താന്ന് പറഞ്ഞു, സലാം എന്താന്നുള്ളത് പറഞ്ഞു. ഇനി സലാമിനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിലുള്ള സലാമും തശഹുദിലുള്ള സലാമും, ആ സലാമില് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നാണോ പറയേണ്ടത്? അതല്ല അസ്സലാമു അലൈന അല്ലെങ്കിൽ അസ്സലാമു അലൻ നബിയി, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നാണോ? അല്ല അസ്സലാമു അലൻ നബിയി വറഹ്മത്തുള്ളാഹി വബറകാതുഹു തഹിയാത്തിലല്ല, തഹിയാത്തുൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു അല്ലെ, അയ്യുഹൻ നബിയു എന്ന് പറയണോ? അതല്ല അസ്സലാമു അലൻ നബിയി എന്ന് പറയണോ? അവിടെ മനസ്സിലാക്കേണ്ടത്, ഈ സലാമ് നമ്മൾ തശഹുദിൽ ചെല്ലുമ്പോൾ അത് 2 രൂപത്തിലും അത് വന്നിട്ടുണ്ട് ഹദീസുകളില്. ചില ആളുകൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്തില് അസ്സലാമു അലൈക അയ്യുഹൽ നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അസ്സലാമു അലൻ നബി.
തശഹുദിൽ അങ്ങനെയാണ് ചെല്ലേണ്ടത്. എന്നാൽ ജംഹൂർ പറഞ്ഞിട്ടുള്ളത്, ജംഹൂറിന്റെ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ തന്നെ തശഹുദ് ചൊല്ലുക എന്നുള്ളതാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നത് തന്നെ ചൊല്ലലാണ് നല്ലത്, ചൊല്ലുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ജംഹൂറിന്റെ അഭിപ്രായം. എന്നാൽ ഒരാൾ അസ്സലാമു അലൻ നബി, അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നുള്ളിടത്ത് അസ്സലാമു അലൻ നബി എന്നുള്ളത് ഒരാൾ ചൊല്ലിയാൽ അത് ബിദ്അത്തോ ഹറാമോ ആവുന്നില്ല, അത് ജായിസാണ് എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജംഹൂറിന്റെ അഭിപ്രായം അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നത് തന്നെ പറയലാണ്. ഇതിൽ വലിയൊരു ചർച്ച ഇതിൽ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചർച്ച വരാനുള്ള കാരണം എന്താണ്? അത് ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അഭിപ്രായമല്ല, പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു അഭിപ്രായമാണ്. അസ്സലാമു, അദ്ദേഹം മുൻഗണന കൊടുത്ത് പറയുന്നത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നതല്ല, അസ്സലാമു അലൻ നബി എന്നുള്ളതാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നതല്ല, അസ്സലാമു അലൻ നബി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം, വഫാത്തിന് ശേഷം. അതേപോലെ തന്നെ ഇബ്നു ഹജർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ അസ്കലാനി അദ്ദേഹം പറഞ്ഞത് ലാഹിറായിട്ട് നമുക്ക് കിട്ടുന്നതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ അവർ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നത് പറഞ്ഞു, മരണത്തിന് ശേഷം അസ്സലാമു അലൻ നബി എന്നായിരുന്നു അവർ പറയാറുണ്ടായിരുന്നു എന്നുള്ളത് ഇബ്നു ഹജർ അതേപോലെ തന്നെ പല പണ്ഡിതന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ മറ്റു പലരും ജംഹൂറിന്റെ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തന്നെ പറയുകയാണ് അഫ്ളലായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഇത് വരാനുണ്ടായ കാരണം എന്താണ്? ഹദീസാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് വന്നിട്ടുള്ള ഒരു ഹദീസാണ്. ഇങ്ങനെ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നതാണ് അസ്സലാമു അലൻ നബി എന്നുള്ളതാണെന്നുള്ള ഒരു ചർച്ച വരാനുള്ള കാരണം. ആ ഹദീസിലുള്ളത് അദ്ദേഹം പറയുന്നു, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖഫി ബൈന കഫൈഹി തശഹുദ കമാ യഅല്ലിമുനി അസ്വറത മിനൽ ഖുർആൻ. ഇത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിലെ ഒരു അധ്യായം പഠിപ്പിച്ചു തരുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് തശഹുദ് പഠിപ്പിച്ചു തന്നു. അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലാത്തു വത്തയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇതെനിക്ക് ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചു തന്നു. ഇത് പറയുന്ന ആരാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഹുവ ബൈനൽ ഹറാനി വഹുവ ബൈനൽ ഹറാനൈന. ഇങ്ങനെ ഞങ്ങൾ ചൊല്ലിയിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂടെ ജീവിച്ചിരുന്ന ആ സന്ദർഭത്തിലാണ്. ഫലമാ ഖുബില, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ, അദ്ദേഹത്തിന്റെ ആത്മാവ് പിടിക്കപ്പെട്ടപ്പോൾ, കൊല്ല ഞങ്ങൾ പറഞ്ഞു അസ്സലാമു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ പറയാറുണ്ടായിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അസ്സലാമു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതായിരുന്നു. ഇതാണ് ഹദീസ്. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. ഹദീസ് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ പറയേണ്ടതെന്ന് അസ്സലാമു അലൈക അയ്യുഹൻ നബി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ഞങ്ങൾ പറയേണ്ടതെന്ന് അസ്സലാമു അലൻ നബി. ഇബ്നു മസ്ഊദ് പറഞ്ഞാണ്, ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, മുത്തഫഖുൻ അലൈഹിയുള്ള ഹദീസാണ്. അപ്പൊ ഇത് ഈ ഹദീസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ചർച്ച വരുന്നത്. മാത്രമല്ല ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് വേറെ കുറെ തെളിവുകളും കൊണ്ടുവരുന്നുണ്ട്. ആസാറുകൾ, സ്വഹീഹായിട്ടുള്ള ആസാറുകളും അതിന് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ലജ്നത്തുൽ ദാഇമയുടെ ഫത്വകൾ, ഇവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ജംഹൂറിന്റെ അഭിപ്രായം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. ഷെയ്ഖ് ഇബ്നു ബാസ്, അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന് മുഖാത്തബത്താണ്, സിയാത്തുൽ മുഖാത്തബ. ഒന്നേതാണ് സിയഖത്തുൽ ഗായിബാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മുഖാത്തബത്ത് എന്ന് പറഞ്ഞാൽ ഹാജരുള്ള ഒരാളോട് പറയുന്നത് പോലെയാണ്. സിയഖത്തുൽ ഗായിബാണ് മറ്റേത്. അസ്സലാമു അലൈൻ നബി എന്നുള്ളത് ഗായിബാണ്, അവിടെ ആളില്ല, ഗായിബാണ്. നമ്മളെ പിടിച്ചിട്ടുള്ളതല്ല അവര്. അപ്പൊ ഒന്ന് സിയഖത്തുൽ ഗൈബത്താണ്, മറ്റൊന്ന് സിയഖത്തുൽ മുഖാത്തബാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ മുഖാത്തബത്തിന്റെ ഇതിൽ പറഞ്ഞു. അതിനുശേഷം അതിന് ഗായിബായിട്ടുള്ള ഇതിൽ അവർ പറഞ്ഞു. അപ്പൊ ഇതിലാണ് ഇത് വന്നിട്ടുള്ളത്. അതിന് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞു. അത് അവർ യാത്ര പോയിട്ടുണ്ട്, അവർ പല സ്ഥലങ്ങളിലും ജീവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് അസ്സലാമു അലൈക അയ്യുഹൻ നബി. ഷെയ്ഖ് അത് പറഞ്ഞതിനെ ഖണ്ഡിച്ചിട്ടുണ്ട്. എന്നാൽ ഒരാൾ അസ്സലാമു അലൻ നബി എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത് എന്താണോ, അദ്ദേഹം പറഞ്ഞു
അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തരുന്നല്ലോ. ഞാൻ മരിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയണം എന്നുള്ളത് നബി പഠിപ്പിച്ചു തരണ്ടേ? നബി അത് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയത് അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നുള്ളതാണ്. മാത്രമല്ല അതെന്തല്ല ഒരാളോടുള്ള സംസാരമല്ല. മുഖാത്തബത്ത് എന്ന് പറയുമ്പോൾ ഒരാളോട് സംസാരിക്കുന്ന അസ്സലാമു അലൈക നമ്മൾ നബിനോട് പറയണോ? അല്ല, അതെന്താണ്? അള്ളാഹുവിനോട് ദുആ ചെയ്യലാണ്. അതിൽ അങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല. അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞത് നബിനോട് ദുആ ചെയ്യല്ല, പിന്നെന്താ? നബിക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. ഇതൊക്കെ ഒരുപാട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇത് നബിനോട് ദുആ ചെയ്യല്ലോ, നബിക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. അതേപോലെ തന്നെ ഈ മുഖാത്തബത്തിന്റെ അതിലാണെങ്കിൽ തന്നെ ഇതെന്താ? നബിനോട് സംസാരിക്കല്ല. ഇബ്നു സൈമീൻ പറയുന്നത് നബിനോട് സംസാരിക്കുകയാണെങ്കിൽ നിസ്കാരം തന്നെ പോയില്ല, നിസ്കാരം പോകത്തില്ല. അങ്ങനെ സംസാരം നിസ്കാരത്തിൽ പാടുണ്ടോ? അപ്പൊ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ടുള്ള ദുആയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല നിങ്ങൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അസ്സലാമു അലൻ നബി എന്നുമാണ് ചൊല്ലേണ്ടത് എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇബ്നു സൈമീൻ അതിനെ ഗണ്ണിക്കുന്നത്. അപ്പൊ ജുംഹൂറിന്റെ അഭിപ്രായം അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നുള്ളത് തന്നെയാണ്. അതിൽ ലജ്നത്ത് ദാഇമിയോടുള്ള ഒരു ചോദ്യം ഇതേ ചോദ്യമാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നാണോ അതല്ല അസ്സലാമു അലൻ നബി എന്നുള്ളതാണോ പറയേണ്ടത്? ഇത് പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാല് ഇത് ചില ആളുകൾ മുബ്തദീങ്ങളാക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും വിദഅത്തിന്റെ ആളുകളാക്കാനും അല്ലെങ്കിൽ അവൻ സുന്നത്തിനെതിരാണ്, അതിന് വേണ്ടിയിട്ട് ചില ആളുകൾ ഇത് കൊണ്ടുവരില്ല. അത് ശരിയല്ല. ജുംഹൂർ അവരങ്ങനെ തന്നെ പറഞ്ഞത്. എന്നാലും വേറെ ചില ആളുകൾ ഈ തെളിവ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ലജ്നത്ത് ദാഇമ കൊടുക്കുന്ന മറുപടി അസ്സഹീഹു, ഏറ്റവും സഹീഹായിട്ടുള്ളതാണ് യഖൂലുൽ മുസല്ലി ഫി തശഹുദി അസ്സലാമു അലൈക അയ്യുഹൻ നബി. അതാണ് അവർ പറയുന്നത്. സഹീഹായിട്ടുള്ളത് നിസ്കരിക്കുന്ന ആള് പറയണം തശഹുദിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു ലിഅന്ന ഹാദാ ഹുവ സാബിതു ഫിൽ അഹാദീസ്. ഇതാണ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. വഅമ്മാ മാ റുവിയ അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഫി ദാലിക ഇൻ സഹഹു ഫഹുവ ഇജ്തിഹാദ് മിൻ ഫാഇലിഹി ലാ യുഅറദു ബിൽ അഹാദീസ് സാബിത. എന്നിട്ട് അദ്ദേഹം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാല് ഇവര് പറയുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദാണ്, അത് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദാണ്. മറ്റാളുകൾ അതിനെ ഖണ്ഡിക്കുന്നുണ്ട്. ഇത് ഈ ഭാഗത്താണ്, താബുദിയാണ്, അതിൽ അദ്ദേഹം സന്തുഷ്ടപ്രകാരം അഭിപ്രായം പറയുന്ന ആളല്ല മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പൊ അത് ചർച്ച വേറുണ്ട്, അത് പോട്ടെ. അപ്പൊ ഇവരതിനെ ഖണ്ഡിക്കുന്നത് എന്താ വെച്ചാൽ ഇത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇജ്തിഹാദാണത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഈ ലജ്നത്ത് ദാഇമ പറയുന്നത് വലൗ കാനൽ ഹുക്മു യഖ്തലിഫു ബഅദ വഫാത്തി അൻഹു ഫി ഹയാത്തിഹി ലബയ്യനഹു ലഹും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ഇത് മാറുമായിരുന്നെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കണമായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. ഞാൻ മരിച്ചാൽ അസ്സലാമു അലൈ നബി എന്ന് പറയണം എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അങ്ങനെ അതിന്റെ ഹുക്മ് വലൗകാൽ ഹുക്മു യഖ്തലിഫ്, ആ ഹുക്മ് അവിടെ മാറി വരണമായിരുന്നെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം അത് ആര് വിശദീകരിച്ചു കൊടുക്കണമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കണമായിരുന്നു എന്നുള്ളത് ഇവരുടെ ഫത്വയിൽ അവർ വിശദീകരിക്കണം. അപ്പൊ ഇതിങ്ങനെ സുദീർഘമായിട്ടുള്ള ഒരു ചർച്ച ഇതിലുണ്ട്. അതൊക്കെ വിശദീകരിക്കാനുള്ള സമയം നമുക്കില്ല. അപ്പൊ ആ വിഷയങ്ങൾ മനസ്സിലുണ്ടാകണം. കാരണം നമ്മുടെ വിഷയം സ്വലാത്തു സലാമു ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതിലങ്ങനെ ചർച്ച വരാനുള്ള കാരണം നേരത്തെ പറഞ്ഞ ഹദീസുമാണ്. ഇനി മനസ്സിലാക്കേണ്ടത് സ്വലാത്ത് അതിങ്ങനെ ഉറക്കെ പറയേണ്ട കാര്യമുണ്ടല്ല. ഏതൊരു ദുആ ചെല്ലുമ്പോഴും ദിക്ർ ചെല്ലുമ്പോഴും പൊതുവെ ഉള്ള അസ്ൽ എന്താണ്? അത് പതുക്കെ പറയുക എന്നുള്ളതാണ്. പതുക്കെ പറയുക. അത് ഖത്തീബ് ജുമാ നടക്കുമ്പോൾ ഒന്നും സംസാരിക്കാൻ പാടില്ല. എന്നാൽ ഖത്തീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ഒരാൾക്ക് മെല്ലെ രഹസ്യമായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നതിന് ഒരു വിരോധമല്ല. അപ്പൊ സ്വലാത്ത് ചൊല്ലേണ്ടത് അത് മറ്റുള്ള ദുആകളും ദിക്റുകളും എങ്ങനെ ചൊല്ലേണ്ടത്? പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ അത് ഉറക്കെ ചെല്ലണം. അതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ പൊതുവെ ദിക്റുകളും ദുആകളും അത് പതുക്കെയാണ് ചെല്ലേണ്ടത്. അത് ഗോപ്യമായിട്ട് രഹസ്യമായിട്ടാണ് ചെല്ലേണ്ടത്. അതേ നിയമം തന്നെയാണ് ഇവിടെ എന്തിനുള്ളത്? സ്വലാത്തിനുള്ളത്. പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിലല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ അത് രഹസ്യമായിട്ട് തന്നെ, രഹസ്യമായിട്ടെന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യണം? നാവ് കൊണ്ട് അത് ഉച്ചരിക്കണം. ഷെയ്ഖ് പറഞ്ഞതുപോലെ തൊട്ടടുത്തുള്ള ഒരാൾക്ക് അത് കേൾക്കുന്നതിന് വിരോധമല്ല. അത് പറയണം. അത് മനസ്സിൽ കരുതിയ പോരാ. സംസ്കാരത്തിലുള്ള ദിക്റുകളും ദുആകളൊക്കെ അങ്ങനെ തന്നെയല്ലേ? നാവ് കൊണ്ടത് മനസ്സ് കരുതിയാൽ മതിയോ? പോരാ. ഖുർആൻ ഓതുമ്പോഴൊക്കെ അങ്ങനെ തന്നെ. ദിക്റുകളും ദുആകളും ചെല്ലുമ്പോഴൊക്കെ അത് നാവ് കൊണ്ടത് ഉച്ചരിക്കണത്. അല്ലെങ്കിൽ മനസ്സിൽ ഓതിയിട്ട് പോയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ മനസ്സിൽ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അതേ രൂപം തന്നെയാണ് സ്വലാത്തിനുള്ളത്. അതിൽ വിശദമായ ഒരു ചർച്ച ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി നടത്തുന്നുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ അദ്ദേഹം പറയുന്നത് അസ്സലാത്തു അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ഹിയ ദുആഉ മിനൽ അദ്ഇയ, അത് ദുആകളിൽ പെട്ട ഒരു ദുആയാണ്. ഏത്?
സ്വലാത്തും. സുന്നത്ത് ഫി ദുആഇ കുല്ലിഹി അൽ മുഖാഫത, മൊത്തത്തിൽ അതിലുള്ള സുന്നത്ത് എന്താണ്? അത് രഹസ്യമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാരണമല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ സമയങ്ങളിലൊക്കെ അത് രഹസ്യമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം വിഷയത്തിലുള്ള തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു വഹാദല്ലദീ ദക്കർനാഹു ഫി സ്വലാത്തി അലൈഹി വദ്ദുആ മിമ്മ തഫഖ അലൈഹി അൽ ഉലമാ. ഇതേ നിയമം തന്നെയാണ് എന്തിനുള്ളത്? സ്വലാത്തിലുള്ളത്. ഫകുല്ലുഹും യഅ്മുറുന അൽ അബ്ദ ഇദാ ദഅ അൻ യുസല്ലി അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ യദൂ ലാ യർഫഉ സൗതഹു ബിസ്സലാത്തി അലൈഹി അക്സറ മിന ദുആ. മറ്റുള്ള ദുആ പോലെ തന്നെയാണ് ഇതും. മറ്റുള്ള ദുആയേക്കാൾ കൂടുതൽ എന്താണ്? സ്വലാത്ത് പറയുമ്പോൾ പ്രത്യേകമായിട്ട് അവിടെ ശബ്ദം ഉയർത്തേണ്ടതില്ല. ഇതന്നെയാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. സവാഉൻ കാന ഫി സ്വലാത്തിൽ, അത് നിസ്കാരത്തിലാണെങ്കിലും കസ്വലാത്തി താമ വസ്സലാത്തിൽ ജിനാസ ഔ കാന ഖാരിജ സ്വലാ, അത് ജനാസ നിസ്കാരത്തിലാകട്ടെ മറ്റുള്ള നിസ്കാരങ്ങളിലാകട്ടെ നിസ്കാരത്തിന്റെ പുറത്താകട്ടെ അല്ലെങ്കിൽ തൽബിയത്തിന് ശേഷമാകട്ടെ, അദ്ദേഹം പറയുന്നത് ഫൈനഹു യർഫഉ സൗതഹു ബിതൽബിയ, തൽബിയത്തിൽ തൽബിയ തുറക്ക ചെല്ലണം. സുമ്മ അഖീബ ദാലിക യുസല്ലി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയദഉ സിറ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സ്വലാത്ത് ചെല്ലുമ്പോൾ അത് സിറായിട്ട് രഹസ്യമായിട്ടാണ് ചെല്ലേണ്ടത്. ഇതേപോലെ തന്നെ വകദാലിക ബൈന തക്ബീറാത്തിൽ ഈദി, ഈദിനിടയിലുള്ള തക്ബീറുകൾ ഇദാ ദക്കറല്ലാഹു വസല്ല അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈനഹു വൻ ജാറ ബിത്തക്ബീർ ലാ ജഹറ ബിദാലിക, തക്ബീർ അവന് ഉറക്കെ പറയുന്നു എന്നാൽ സ്വലാത്ത് അവൻ രഹസ്യമാക്കുന്നു. ഇതേപോലെ തന്നെ വകദാലിക ലൗ തുസറ അല സ്വലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാരിജ സ്വലാ, നിസ്കരിക്കുന്ന സന്ദർഭത്തിലും നിസ്കാരത്തിന്റെ പുറത്തും മിസ്ലാൻ യുദ്കറ, ഏതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരാമർശിക്കപ്പെട്ടു ഫൈസല്ലി അലൈഹി, അവൻ ആ സന്ദർഭത്തിൽ സ്വലാത്ത് ചൊല്ലുന്നു. ആ സന്ദർഭത്തിലൊക്കെ ഇത് പതുക്കെ പറയുകയാണ് ചെയ്യേണ്ടത്. ഫൈനഹു ലം യസ്തഹിബ്ബ അഹദുൻ മിനൽ ഉലമാഇ മിൻ അഹ്ലിൽ ഇൽമി, അഹ്ലിൽപ്പെട്ട ഒരാളും തന്നെ ഫൈലം യസ്തഹിബ്ബ അഹദുൻ മിൻ അഹ്ലിൽ ഇൽമി റഫഅ സൗതി ബിദാലിക, സ്വലാത്തിനെ ഉറക്കെ പറയണം, അത് മുസ്തഹബായിട്ട് ആരും തന്നെ പറഞ്ഞിട്ടില്ല. ഉലമാക്കളിൽ അഹ്ലിൽ ഇൽമിൽപ്പെട്ട ആരും പറഞ്ഞിട്ടില്ല. ഫഖായിലു ദാലിക മുഖ്തിഉൻ, അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൻ അബദ്ധം പറ്റിയവനാണ്. മുഖാലിഫുൻ ലിമാ അലൈഹി ഉലമാഉൽ മുസ്ലിമീന, മുസ്ലിം ഉലമാക്കൾ ഏതിലാണുള്ളത് അതിനെതിര് ചെയ്തവനുമാണ്. അങ്ങനെ അദ്ദേഹം കുറെ കാര്യങ്ങൾ അങ്ങനെ വിശദീകരിച്ചു പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയിലെ മുജ്മുഅൽ അങ്ങനെ വിശദീകരിച്ചു പോകുന്നുണ്ട്. അപ്പൊ മറ്റുള്ള ദിക്റുകളും ദുആകളും ചെല്ലുന്ന രീതി അത് തന്നെയാണ് സ്വലാത്തിനുള്ളത്. അതേപോലെ തന്നെ ഖുതുബക്കിടയിൽ എന്ത് ചെയ്യുക, ഒരാൾക്ക് രഹസ്യമായിട്ട് അയാളുടെ നാവ് കൊണ്ട് ഉറക്കല്ല, അതൊരു വസ്വാസം, മറ്റുള്ള ആളുകൾക്ക് വസ്വാസം ഉണ്ടാക്കാത്ത രൂപത്തിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, ഖതീബ് പേര് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറഞ്ഞു ഇദാ ദക്കറൽ ഖതീബു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖതീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞാൽ ഫൈനൽ മുസ്തമിഅ യുസല്ലി അലൈഹി സിറ, രഹസ്യമായിട്ട് എന്ത് ചെയ്യണം, സ്വലാത്ത് ചെല്ലണം. ഹത്താ ലാ യുശബ്ബിഷു അലാ മൻ ഹൗലഹു, അദ്ദേഹത്തിന്റെ ചുറ്റുള്ള ആളുകൾക്ക് എന്തോ ഒരു ഇതുണ്ടാകരുത്, അവർ തശ്വീശിലാകരുത്, ഇവന്റെ സ്വലാത്തുണ്ട് അവർ തശ്വീശിലാകരുത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യട്ടെ, രഹസ്യമായിട്ട് അവൻ സ്വലാത്ത് ചൊല്ലിക്കോട്ടെ, ഇവിടെ ജുമാ നടക്കുമ്പോൾ ഖുത്ബ നടക്കുമ്പോൾ. അതേപോലെ തന്നെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെയാണ് പറഞ്ഞത്, ലളിതയുടെ ഫത്വയിൽ ഇത് കാണാം. ഇദാ സ്വല്ലൽ ഖതീബു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖതീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സ്വലാത്ത് ചൊല്ലിയാൽ ഫയുസല്ലി അൽ മുസ്തമിഉ, അത് കേൾക്കുന്നവരും സ്വലാത്ത് ചൊല്ലട്ടെ, മിൻ ഗൈരി റഫി സൗതി, ശബ്ദം ഉയർത്താതെ. അപ്പൊ നമ്മൾ പറയുന്നത് സ്വലാത്ത് ചെല്ലണം എന്നുള്ളതാണ്, സ്വലാത്ത് ചെല്ലണ്ട എന്നുള്ളതല്ല. അത് സ്വലാത്ത് ചെല്ലണം, അത് അധികരിപ്പിച്ച് ചെല്ലണം. വെള്ളിയാഴ്ച പ്രത്യേകം അത് അധികരിപ്പിക്കുന്നതിന് പുണ്യമുണ്ട് എന്നുള്ള ഹദീസുകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി സ്വലാത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വഹീഹായി വന്നിട്ടുള്ള, വാരിദായി വന്നിട്ടുള്ള ഏത് സ്വലാത്തുകളും നമുക്ക് ചെല്ലാം. ഷെയ്ഖ് അൽബാനി കുറെ രൂപങ്ങൾ സിയകൾ എടുത്തു കൊടുത്തിട്ടുണ്ട് സ്വലാത്തിന്റെ. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹുവിൽ നിന്നുള്ളതുണ്ട്, കഅബ് ബിൻ ഉജറയിൽ നിന്നുണ്ട്, അബൂ മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്നുള്ളതുണ്ട്. അങ്ങനെ ഒരുപാട് സഹാബികളുടെ സ്വലാത്തിന്റെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്നുള്ളതുണ്ട്. പല രൂപങ്ങളിലൂടെ സ്വലാത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ സ്വഹീഹായിട്ടുള്ള രൂപങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ തശഹ്ഹുദും അത്തഹിയാത്തും പല രൂപങ്ങളുണ്ട്. അതിൽ സ്വഹീഹായിട്ടുള്ളത് ഏത് ഒരാൾക്കെടുത്ത് ദുആ ചെയ്യാവുന്നതാണ്. അതില് ചില ആളുകൾക്ക് സംശയമുള്ളത് ആലമീന എന്നുള്ളത് സ്വലാത്തിൽ വന്നിട്ടുണ്ടോ? സ്വലാത്തിൽ വന്നിട്ടുണ്ട്. ആലമീനുള്ള സ്വലാത്തുണ്ട്, ആലമീന ഇല്ലാത്ത സ്വലാത്ത്. ആലമീന ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്, ആലമീന എന്നുള്ളത് വന്നിട്ടുള്ള സ്വലാത്തുണ്ട്, അത് വരാത്ത സ്വലാത്തുണ്ട്. ആലമീന എന്ന് വന്നിട്ടുള്ളത് അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹുവിൽ നിന്നുള്ള സ്വലാത്തിലാണ്. അതിൽ അദ്ദേഹത്തിന്റെ ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അപ്പൊ ചില ആളുകൾക്ക് അതിലൊരു സംശയമുണ്ട്, ആലമീന എന്നുള്ളത് സ്വലാത്തിലുണ്ടോ അല്ലേ? അപ്പൊ ആലമീന എന്നുള്ള സ്വലാത്തിന്റെ രൂപവും വന്നിട്ടുണ്ട്, ആലമീന എന്നുള്ളത് ഇല്ലാത്ത സ്വലാത്തിന്റെ രൂപവും വന്നിട്ടുണ്ട്. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം അഹ്മദ്
ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ റിപ്പോർട്ടിൽ എന്ത് വന്നിട്ടുണ്ട്? ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്നുള്ളത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ ഒരു സ്വലാത്തിന്റെ രൂപമായിട്ട് വന്നിട്ടുള്ളത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ അസ്വാജിഹി വഅലാ ദുർരിയ്യതിഹി. ഇത് സ്വഹീഹായിട്ട് വന്നിട്ടുള്ളത് തന്നെയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅസ്വാജിഹി വദുർരിയ്യതിഹി കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅസ്വാജിഹി വദുർരിയ്യതിഹി കമാ ബാറക്ത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇത് ബുഖാരി ഉദ്ധരിച്ച തന്നെയാണ്. അതിലെന്ത് വന്നിട്ടുണ്ട്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅസ്വാജിഹി വദുർരിയ്യതിഹി. അതുള്ളത് പ്രത്യേകം കാണാം. ഇത് ബുഖാരി ഉദ്ധരിച്ച തന്നെയാണ്. അതേപോലെ തന്നെ മറ്റൊരു രൂപം വന്നിട്ടുള്ളത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദ്. അവിടെ അബ്ദിക വറസൂലിക ഇത് ആര് ധരിച്ചു തന്നെയാണ്? അത് ബുഖാരി ധരിച്ചു തന്നെയാണ്. അപ്പൊ ഇങ്ങനെ കുറെ റിവായത്തുകൾ എന്താണ്, കുറെ സിയകൾ സ്വലാത്തിന്റെ സ്വഹീഹായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ സ്വഹീഹായിട്ടുള്ള ഏത് രൂപങ്ങളും ഒരാൾക്ക് ചെല്ലാവുന്നതാണ്. അതിന് യാതൊരു വിരോധമല്ല. ഇതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി, സ്വലാത്ത് നമുക്ക് ചൊല്ലാം, ഏത് സമയത്തും ചൊല്ലാം, ഏത് സന്ദർഭങ്ങളിലും ചൊല്ലാം. നമ്മൾ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, വീട്ടിലാകുമ്പോൾ, ഏത് സന്ദർഭത്തിലും ചൊല്ലാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ചില പ്രത്യേകമായ സമയങ്ങൾ, സന്ദർഭങ്ങൾ, അവിടെ പ്രത്യേകമായ രൂപം ഉണ്ടാക്കിയിട്ട് സ്വലാത്ത് സലാം ചൊല്ലുക എന്നുള്ളത് അത് വിലക്കപ്പെട്ടതാണ്. അത് ബിദഅത്തായിട്ട് മാറും. അതേതൊരു സംഗതി അങ്ങനെ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാതെ ചില പ്രത്യേകമായ സമയങ്ങളും സന്ദർഭങ്ങളും രൂപങ്ങളും ഉണ്ടാക്കുക, എന്നിട്ട് അങ്ങനെ സ്വലാത്ത് ചൊല്ലുക, അതെന്താണ്? അത് ബിദഅത്തായിട്ട് മാറും. ഇമാം ഷാത്തബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ബിദഅത്തിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഒരു കാര്യം ബിദഅത്തായി തീരുന്നത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാല്, ഒരു ഇബാദത്ത് അത് സ്ഥിരപ്പെട്ടതാണെങ്കിൽ തന്നെ അതിനില്ലാത്ത ഒരു രൂപം, പ്രത്യേകമായൊരു സമയം അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ആകൃതി നിശ്ചയിച്ചുകൊണ്ട് ചെയ്താൽ എന്തായിത്തീരും? ബിദഅത്തായി തീരും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കാണാം, നിസ്കാരത്തിന്റെ മുമ്പ് അല്ലെങ്കിൽ മാരി നിസ്കാരത്തിന്റെ മുമ്പ് കുറച്ചാളുകൾ ഇങ്ങനെ കൂടി കുത്തിന്നിട്ട് ഒരു സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല. സ്വലാത്തുണ്ട്. നമ്മളിപ്പോ 5 ക്ലാസ് സ്വലാത്തിനെ പറ്റിയാ, സ്വലാത്ത് ചെല്ലണം എന്നുള്ളത് പറഞ്ഞിട്ടാണ് നമ്മൾ 4-5 ക്ലാസ്സുകൾ നടന്നത്. പക്ഷെ അങ്ങനെ ഒരു സ്വലാത്ത് വിശുദ്ധാസ്വലം പഠിപ്പിച്ചിട്ടില്ല. മാരിസ്കാരത്തിന്റെ മുമ്പ് ഇങ്ങനെ ഒരാളിങ്ങനെ സ്വലാത്തില്ല, വാക്കുകളായി ഇങ്ങനെ തെറ്റില്ല, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്നുള്ള അങ്ങനെ ഒരു ഒരുമിച്ച് കൂടി നിന്നിട്ട് ഒരാൾ അതുപോലെ അങ്ങനെ സ്വലാത്ത് ഇല്ല. അതേപോലെ തന്നെ നിസ്കാരത്തിന് ശേഷം ഇമാം അത് പറയാം, അതേപോലെ എന്നിട്ട് ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെ ഉറക്ക ഒരു 3 പ്രാവശ്യം അങ്ങനെ സ്വലാത്ത് ചെയ്യില്ല. അതല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ ഒരു വലിയ സമ്മേളനം വിളിച്ചുകൂട്ടി ഒരു സ്വലാത്ത് സദസ് എന്ന് പറഞ്ഞിട്ട് സ്വലാത്ത് സദസ് സംഘടിപ്പിക്കുക, അനുസരിച്ച് ചെയ്തിട്ടുണ്ടോ? അതും റമദാനില് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു ദിവസത്തിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരെണ്ണം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു രൂപം, ഒരു ആകൃതി, ഒരു കോലം, അത് ഏതൊരു ഇബാദത്തിലും ഉണ്ടാക്കാൻ പാടില്ല. അതെന്തായിത്തീരും? ഇപ്പൊ ഖുർആൻ പോലും എന്ത് പുണ്യമുള്ള കാര്യം, റുകൂലും സുജൂദിലും ഖുർആൻ പാരായണം ചെയ്യാൻ പാടുണ്ട്. അങ്ങനെ ചില സംഗതികളുണ്ട്. അപ്പൊ ഏതൊരു സംഗതിയാണെങ്കിലും എന്താണ്, അത് വിശ്വാസലയുടെ മാതൃകതിലുണ്ടാകും. അത് സ്വലാത്ത് ചെല്ലണം. പക്ഷെ പ്രത്യേകമായ രൂപം, ഒരു രീതി, ഒരു ആകൃതി, ഒരു അതിന് നമ്മൾ ഉണ്ടാക്കുന്നാൽ അതെന്തായിത്തീരും? അത് ബിദഅത്തായിത്തീരും. അതെല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് സ്വലാത്തിൻ്റെത് മാത്രമല്ല, നിസ്കാരാണെങ്കിലും നോമ്പാണെങ്കിലും ഏത് പുണ്യകർമാണെങ്കിലും പഠിപ്പിക്കപ്പെടാത്ത ഒരു രീതി അതിനാകുമ്പോൾ അതെന്തായിത്തീരും? ബിദഅത്തിന്റെ പട്ടികയിലേക്ക് പോകും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സംഭവം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പള്ളിയിൽ ഇങ്ങനെ കുറെ ആളുകൾ കൂടി കുത്തിരുന്ന് വട്ടം കൂടി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ പറഞ്ഞ് കല്ലുകൊണ്ട് ഇങ്ങനെ എണ്ണം പിടിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു കയറി ചെന്ന് അവരോട് കയർത്ത് സംസാരിച്ചു. അവരോട് വളരെ ഗൗരവത്തിൽ താക്കീത് ചെയ്ത ആ സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ മുഹമ്മദ് നബി പഠിപ്പിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേക്കാൾ ഉത്തമമായ ഒരു മില്ലത്ത് നിങ്ങൾ കൊണ്ടുവരാണോ, അല്ല അവരെക്കാൾ ഇങ്ങനെ ഉത്തമരാകാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവം നമ്മൾ മുമ്പ് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സംഗതി ദിക്റാണ്, പള്ളിയാണ്, ഒന്നും തകരാറില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു രൂപം, ഒരു ആകൃതി അവരതിനുണ്ടാക്കി. അപ്പൊ അതെന്തായി? ആ സഹാബി റസൂലുള്ളാഹി ശക്തമായിട്ട് താക്കീത് ചെയ്തു. അത് സ്വലാത്തിന്റെ വിഷയത്തിലും അങ്ങനത്തെ ആ രൂപത്തിലുള്ള പ്രത്യേകമായിട്ടുള്ളതൊന്നും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. നമുക്ക് സ്വലാത്ത് എത്ര വേണമെങ്കിലും ചൊല്ലാം, അത് അധികരിപ്പിക്കാം, അതിനൊക്കെ നമുക്ക് പുണ്യം കിട്ടുകയും ചെയ്യും. ഇതേപോലെ തന്നെ മറ്റൊന്നും, ഒരാള് മദീനത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഉംറക്ക് പോവുകയാണ്, അല്ലെങ്കിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒരാൾ സന്ദർശിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ നാട്ടിലൊരു സ്വഭാവം എന്താ വെച്ചാല്, പാപ്പ പറയാം, അല്ലെങ്കിൽ ഉമ്മ പറയുക, അല്ലെങ്കിൽ എളാപ്പ പറയാം, റസൂലുള്ളാഹിയുടെ എന്റെ സലാം പറയണം കേട്ടോ, എന്റെ സലാം കൊടുക്കണം കേട്ടോ, എന്റെ സലാം ചൊല്ലട്ടോ എന്നുള്ളത് പറഞ്ഞേക്കാം. യഥാർത്ഥത്തിൽ ഇത് ശരിയല്ല. അങ്ങനെ രീതി ഇസ്ലാമിലില്ല. മുൻഗാമികൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മുടെ സ്വലാത്തും സലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരാളെടുത്ത് അത് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് എന്തല്ല,
ഒരാളിങ്ങനെ ഉംറക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മദീനത്തേക്ക് പോകുമ്പോൾ നമ്മൾ പറയണം, എനിക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹിനോട് എൻ്റെ സലാം പറയണം കേട്ടോ. അത് പണ്ഡിതന്മാർ പറഞ്ഞു, ഉത്തമ നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു രീതി ഉണ്ടായിട്ടില്ല. സഹാബികളാരും അങ്ങനെ ചെയ്തിട്ടില്ല, താബിഈങ്ങളാരും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇത് മാത്രമല്ല, അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അള്ളാഹു അതിനു വേണ്ടിയിട്ട് പ്രത്യേക മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണ്. നമ്മളുടെ ഈ സലാത്തും സലാമും അതൊക്കെ പിന്നെ ഒരാളെടുത്ത് കൊടുത്തേക്കേണ്ട കാര്യമില്ല, അത് ഒരാളെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. ആ വിഷയത്തിലെ ഹദീസുകൾ എന്തായിട്ടുണ്ട്, സ്വഹീഹായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ രീതി ഒഴിവാക്കണം. ആ രീതി ശറയിൽ അംഗീകരിക്കപ്പെട്ട രീതിയല്ല. നമ്മളുടെ സലാമും നമ്മുടെ സലാത്തൊക്കെ എത്തിക്കാൻ എന്നുണ്ട് മലക്കുകളുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ കാണാം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീന ഫിൽ അർളി. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട് അല്ലാഹുവിന്. എന്താ അവരുടെ ജോലി? ഓരോ മലക്കിനും ഇങ്ങനെയുള്ള ചില മലക്കുകൾക്ക് അല്ലാഹു അവരുടേതായ ജോലികൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഇങ്ങനെ മലക്കുകളുണ്ട്. യുബല്ലിഗൂനി അൻ ഉമ്മത്തി അസ്സലാം, അവരെനിക്ക് എന്ത് ചെയ്യും? എൻ്റെ ഉമ്മത്തിന്റെ സലാം അത് അവരെനിക്ക് എത്തിച്ചേരും. ഇത് നസായി ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി മറ്റുള്ളവരൊക്കെ ഹദീസ് സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള വേറെ ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത്. വലാ തജഅലു ഖബ്രി ഈദ, എൻ്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കരുത്. വസല്ലു അലയ്യ, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലണം. ഫഇന്ന സ്വലാത്തക്കും, നിങ്ങളുടെ സ്വലാത്ത് തബ്ലുഗനി ഹൈതു കുൻതും, നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങളുടെ സ്വലാത്ത് എനിക്കെത്തും. നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങളുടെ സ്വലാത്ത് എനിക്കെത്തുന്നുണ്ട്. ഇത് അബൂദാവൂദ് ഉദ്ധരിച്ചതാണ് ഹദീസ്, സ്വഹീഹാണ്. അപ്പൊ അത് വേറൊരാളെടുത്ത് നമ്മൾ എന്താക്കണ്ട, അത് എത്തിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ രീതി ശറയിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. ലജ്നത്തുൽ ദായിമയുടെ വിഷയത്തിൽ വന്നിട്ടുള്ള ഫത്വകൾ അതിൽ നമുക്ക് ഈ സംഗതി കാണാം. അതേപോലെ തന്നെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ്, ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്ന് ഇബ്നു ഉസൈമീന്റെ ചില വാചകങ്ങൾ അദ്ദേഹം പറഞ്ഞു. വേറെ വിഷയം പറയുന്നതിന്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, അൻതലൗ സല്ലംത അലൈഹി, നീ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് സലാം ചൊല്ലിയാൽ ഫി അഖ്സദ് ദുനിയ, ദുനിയാവിന്റെ ഏത് അറ്റത്തു നിന്നാണെങ്കിലും, ഫൈന സലാമക സൗഫ യുബല്ലിഗുഹു, നിന്റെ സലാം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ലിഅന്നല്ലാഹ വക്കല മലായിക സയ്യാഹീന ഫിൽ അർളി, കാരണം അല്ലാഹു എന്താണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മലക്കുകളെ, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളെ അല്ലാഹു അത് ഏൽപ്പിച്ചിട്ടുണ്ട്, വക്കല. അതുകൊണ്ട് ഇദാ സല്ലമ അഹദുൻ അല റസൂലി അലൈഹി സ്വലാത്തു വസ്സലാം, ആരെങ്കിലും റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്തും സലാമും ചൊല്ലിയാൽ നഖലു അസ്സലാം, അവരാ സലാമിനെ അവര് കൊണ്ടുവരും. നഹ്നു അല്ലാന ഇദാ ഖുൽനാ, അദ്ദേഹം ഉദാഹരണം പറയുന്നു, നമ്മൾ പറയുകയാണെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലില്ലാഹ്, ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ നുഖില സലാമുന ഇലൈഹി, നമ്മുടെ സലാം എന്താണ്, അത് അദ്ദേഹത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് എത്തിക്കപ്പെടും. വഫി സ്വലാത്തി തഖൂലു അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഇതേപോലെ തന്നെ നിസ്കാരത്തിൽ നമ്മൾ തശഹുദ് പറഞ്ഞല്ലോ, സലാം പറഞ്ഞല്ലോ, ആ സന്ദർഭത്തിലൊക്കെ എന്താണ് ഇത് എത്തിക്കപ്പെടും. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം, സമയത്തു, ഞാൻ കേട്ടിട്ടുണ്ട്, ബഅലന്നാസ് യഖൂലു ഫിൽ മദീന, മദീനയിൽ വെച്ചിട്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ, ചില ആളുകൾ ഇങ്ങനെ പറയും, ഇന്ന അബി ഔസാനി അനുസലീം അല റസൂലി, എൻ്റെ വാപ്പ എൻ്റെ വസിയത്തുണ്ട് അനുസലീം അൽ റസൂലി അലൈഹി സ്വലാത്തു വസ്സലാം, എന്തിന് നബിക്ക് സലാത്തു സലാമും ചെല്ലാന് പറയാന് എൻ്റെ വാപ്പാന്റെ വസിയത്ത് എനിക്കുണ്ട്. സല്ലിം ലി അല റസൂൽ മാ തഖൂലുന ഫി ഹാദിഹിൽ വസിയ ഹാദാ ഗലത്തുൻ. അപ്പൊ അങ്ങനെ ചില ആളുകൾ വസിയത്തായിട്ട് പറഞ്ഞേക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അദ്ദേഹം പറയുന്നത് ഹാദാ ഗലത്തുൻ, ഇതെന്താണ്, ഇത് ഗലത്താണ്. ആ റസൂൽ ലൈസ ഹയ്യൻ, കാരണം റസൂല് ഹയ്യല്ല, ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത് ജായിസാണ്. നമുക്ക് എന്ത് ചെയ്യാൻ, എന്നോട് സലാം പറഞ്ഞിട്ടുണ്ടെന്നുള്ള നമുക്ക് പറയാം. ഹയ്യാണെങ്കിൽ അത് ജായിസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ഹയ്യൻ ഹത്താ തുൻഖല സലാമു അൽ ഹയ്യ ലഹു സുബൈദ സല്ലമ അബൂക അല റസൂലി നുഖില സലാമുഹു മൻ ഹുവ അഖദർ മിൻക അല ഇബ്ലാഹി വ ഔസഖ മിൻക. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നില്ല, അതുകൊണ്ട് നിന്റെ വാപ്പ സലാം പറയുകയാണെങ്കിൽ ആ സലാം കൊണ്ടുവരാൻ ആരുണ്ട്, നിന്നേക്കാൾ കഴിവുള്ള, നിന്നേക്കാൾ വിശ്വസ്തനായ ആളുകളുണ്ട്. വഹും അൽ മലായിക, അതാരാണ്, മലക്കുകളാണ്. ഇത് സുദീർഘമായിട്ടുള്ള ചർച്ചയാണ്, ഇതിന്റെ മജ്മൂ ഫത്താവയിൽ കാണാം. അപ്പൊ ഈ പറഞ്ഞതിന്റെ ഒക്കെ ഓഡിയോ നിങ്ങൾക്ക് കിട്ടും, പറഞ്ഞ ഏതാണ്ട് 10 കൊണ്ടൊക്കെ ഓഡിയോ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ എന്താ വെച്ചാല്, അങ്ങനെ എന്താണ്, വേറൊരാളെടുത്ത് വേറൊരാൾ പോകുമ്പോ മസ്ജിദ് നബിയിലേക്ക് പോകുമ്പോ പറഞ്ഞേക്കുക,
എന്റെ സലാം പറഞ്ഞു കേട്ടോ. അവിടെ ചെല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സലാം പറയേണ്ട രീതി, അയാൾക്ക് സലാം പറയാം. ഇവിടെയുള്ള ദുനിയാവിന്റെ ഏത് ഭാഗത്തുള്ള ഒരാൾക്കാണെങ്കിലും ഈ സലാം എത്തിക്കാൻ എന്താണ് അള്ളാഹുവിന് പ്രത്യേകം മലക്കുകൾ ആ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞയക്കുക എന്നുള്ളത് എന്താണ് സലഫുകളുടെ മാതൃകയിൽ പെട്ടതല്ല എന്നുള്ളത് ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത പണ്ഡിതന്മാരൊക്കെ നമുക്കത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ സലാത്തു സലാമിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ വിഷയം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ചുരുക്കത്തിലാണ് ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയും കുറേ വിഷയങ്ങൾ ഇതായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു വിഷയത്തിലാക്കാം. അടുത്ത ക്ലാസ് മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അപ്പോ ഏതാണ്ട് ഇപ്പൊ എത്ര ക്ലാസ്? 4 ക്ലാസ്സോ? ഇന്ന് 5ാമത്തെ ക്ലാസ്സാണ്. ഇനി പറയാത്ത വിഷയങ്ങൾ, സംശയങ്ങളുള്ളത് നിങ്ങൾ ചോദിക്കണം. കാരണം ചുരുക്കി പറഞ്ഞു പോകുമ്പോൾ എല്ലാ വിഷയങ്ങളും വിശദീകരിക്കാനോ പറയാനോ നമുക്ക് സാധ്യമല്ല. ആ പോയിന്റുകൾ മാത്രം പറഞ്ഞു പോകാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വേറെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് വേറെ ചോദിച്ചാൽ നമുക്കത് അടുത്ത ക്ലാസ്സുകളിലൂടെ വിശദീകരിക്കാവുന്നതാണ്. പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള വിഷയങ്ങൾ നിങ്ങളത് കൂടുതൽ പഠിക്കുകയും ചെയ്യണം. അപ്പൊ ഈ വിഷയം നമ്മളോട് അവസാനിക്കുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇനി ആവർത്തിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. ചുരുക്കത്തിൽ പറയാനുള്ളത് അള്ളാഹു സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, മലക്കുകളും സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി, അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അതവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആകാശലോകത്തുള്ളവർ, മലക്കുകൾ, അള്ളാഹും സനാ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നമ്മളോടുള്ള കൽപ്പനയാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹു സത്യവിശ്വാസികളെ സല്ലു അലൈഹി വസല്ലിമു, സ്വലാത്തും സലാമും. സലാത്ത് എന്താണ്, സലാം എന്താണ്, രണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും സത്യവിശ്വാസികളെ ആ പ്രവാചകന് വേണ്ടിയിട്ട് സ്വലാത്തും സലാമും ചൊല്ലും. അത് പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. വമ്പിച്ച പ്രതിഫലമാണ് അതിനുള്ളത് എന്നുള്ള ഹദീസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ചെല്ലാതിരുന്നാൽ ഒരാൾക്കത് വമ്പിച്ച നഷ്ടമാണ്. അയാൾക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകണം. പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ അങ്ങനെ തന്നെ ചെല്ലുക. അതല്ലാത്ത സന്ദർഭങ്ങളിൽ പേര് കേൾക്കുമ്പോഴൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി വസല്ലം ആ രൂപത്തിൽ വരുന്ന അത് ചെല്ലുക. എഴുതുന്ന സന്ദർഭത്തിലാണെങ്കിലും അങ്ങനെ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, അധികരിപ്പിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും ചെല്ലുന്ന, അതിന് മനസ്സുള്ള, അതിന്റെ തൗഫീഖുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ തെറ്റുകൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പഠിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.